ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ സ്കാൽപ്പിംഗ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പൊ സ്കാൽപ്പിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അതിന്റെ റൂൾസ് എന്താണ്, എങ്ങനെയാണ് ഇതിനകത്ത് എൻട്രി ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എക്സിറ്റ് അടിക്കുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് എന്താ പറയുക, ഇപ്പൊ നമുക്ക് എൻട്രി ചെയ്ത പോലെ നമ്മൾ എൻട്രി ചെയ്ത് അതുപോലെ നമുക്ക് മൂവ്മെന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിലേത് എക്സിറ്റ് അടിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഗ്രൂപ്പിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് റൂൾ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഞാൻ തരുന്ന കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഫസ്റ്റ് റൂൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതില് നമുക്ക് എന്താ പറയാ, എന്തൊക്കെ ഡാറ്റ വെച്ചിട്ടാണ് കാണിക്കുന്നത് എന്ന് ഞാനൊരു ലെവൽ, ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു ലെവൽ ഇതിലൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ലെവലിൽ എന്താണ് ഒരു നമ്മൾക്ക് ഇതാണ് ഒരു ലെവൽ എന്ന് വിചാരിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഒരു ലെവൽ എന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഇന്നത്തെ നമ്മളെ ഗ്രൂപ്പിനനുസരിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെവൽ. ഈ ലെവൽ വെച്ചിട്ട് ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം 25,590 ലെവലിൽ നമുക്ക് ബൈ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ബൈയിലാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ് സൈഡ് ഡൗൺ സൈഡ്, ഇതാണ് നമ്മൾ പറയുന്നത്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അല്ല, സെൻസെക്സ് നിഫ്റ്റി, ഇത് രണ്ടിലും നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസിലാണ് നമുക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ അപ്സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻസ് ആണ് നമ്മൾ വാങ്ങേണ്ടത്, ബൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡൗൺ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പുട്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ വാങ്ങേണ്ടത്. അത് രണ്ടിലും സെയിം തന്നെയാണ് വരുന്നത്, ഒരു വ്യത്യാസങ്ങളില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ ഈ ഒരു റേഞ്ച് 23,590 എന്നുള്ള റേഞ്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് സൈഡ് മൂവ് ആണോ ഡൗൺ സൈഡ് മൂവ് ആണോ നോക്കണം. എന്റെ മെസ്സേജിൽ അപ് സൈഡ് മൂവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്താണ് കോൾ ബൈ ചെയ്യണം, മനസ്സിലായില്ലേ. ഡൗൺ സൈഡ് മൂവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുട്ട് ബൈ ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ കോഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള രീതി. നമുക്ക് എന്താണ് പറഞ്ഞത്, അപ് സൈഡ് മൂവ് ആണോ ഡൗൺ സൈഡ് മൂവ് ആണോ എന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അപ് സൈഡ് മൂവ് ആണോ ഡൗൺ സൈഡ് മൂവ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾ വേണം അപ്പും ഡൗണും എടുക്കാനായിട്ട്. അത് ഏത് അപ് സൈഡ് മൂവ് ആണെങ്കിൽ ഏത് സ്ട്രൈക്ക് എടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ പറയുക, ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്നത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം എന്താണുള്ളത്. ഓക്കെ ഓക്കെ, നമുക്കിത് ഇന്നത്തെ എന്താ പറയുക, ഇപ്പൊ റീസെന്റ് നമുക്ക് നോക്കിയ ഒരു അപ്സൈഡ് മൂവിന്റെ ഒരു നോക്കാം. ഈ ഒരു വന്നേക്കുന്നത് ഇതിന് ഞാൻ എന്താ പറയാ, നമുക്കൊരു അപ്സൈഡ് മൂവ് പറഞ്ഞാൽ 23,555 വേണ്ട. നിഫ്റ്റി ഓൺ അപ്സൈഡ് വ്യൂ ഇഫ് ക്രോസസ് 23,555 ഓൺ സ്പോട്ട് ബൈ കോൾ ഓപ്ഷൻ 23,550. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇതിൽ അപ്സൈഡ് വ്യൂ ആണ് നോക്കുന്നത്. അപ്സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് 23,555 പോയിന്റ് ക്രോസ് ചെയ്യും, നിഫ്റ്റി സ്പോട്ട് ക്രോസ് ചെയ്താൽ നമുക്ക് അതിൽ പുട്ട് കോൾ ഓപ്ഷനിൽ നമ്മൾ ഇന്ന സ്ട്രൈക്ക് വാങ്ങിയിട്ടുണ്ട്, ആ സ്ട്രൈക്കിലേക്ക് എൻട്രി ചെയ്യണം. ആ സ്ട്രൈക്കിലേക്ക് എൻട്രി ചെയ്ത് നമ്മൾ എന്താ പറയുക, സ്കാൽപ്പിംഗ് ചെയ്യാനാണ് നമുക്ക് അതിനകത്ത് പറയുന്നത്. അതേപോലെ തന്നെ സെൻസെക്സ് ആണെന്നുണ്ടെങ്കിൽ 77,870 പറയും. അത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക വാങ്ങാം. അതിൽ എന്താ പറയുക, നമുക്ക് ഏത് സ്ട്രൈക്ക് ആണെന്ന് വെച്ചാൽ ആ സ്ട്രൈക്കിൽ നമ്മൾ അപ്പൊ തന്നെ എൻട്രി ചെയ്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്കുള്ള എക്സിറ്റ് അടിക്കേണ്ടത് എന്നുള്ളത്, ഏതാണ് ടാർഗറ്റ് കാര്യങ്ങളും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഇനി അടുത്തത് എന്താണ്, നമ്മുടെ സെക്കൻഡ് റൂൾ. സെക്കൻഡ് റൂൾ നമ്മൾ എന്താണ് വരുന്നത്, ടാർഗറ്റ് എന്താണ്, എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ള ടാർഗറ്റും അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ടാർഗറ്റ് സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ്, വലിയ ടാർഗറ്റ് ഒന്നും, ഒരു 50 രൂപ 30 രൂപ 40 രൂപ ടാർഗറ്റ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ മിനിമം എന്താ പറയുക എമൗണ്ട് എന്ന് പറയുമ്പോൾ 5 to 10 റുപ്പീസ് ആണ് നമുക്ക് എന്താ പറയുക പോയിന്റ്സ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ. അതേപോലെ തന്നെ നമ്മൾ സെൻസെക്സിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 to 30 പോയിന്റ്സ് ആണ് നമുക്ക് മിനിമം നമ്മൾ എന്താ പറയുക എടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു 5 to 10 പോയിന്റ്സ് പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ആ എൻട്രി ലെവലിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ സെൻസെക്സ് നമുക്ക് 20 to 30 പോയിന്റ്സ് അതും നമുക്ക് എന്താ പറയുക പെട്ടെന്ന് കിട്ടും. അപ്പൊ ആ ഒരു രീതികളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് അടിക്കാം. ഇതേ ലെവലിൽ നമുക്ക് താഴോട്ട് ഇറങ്ങി വന്നാൽ വീണ്ടും നമുക്ക് റീ എൻട്രി എടുക്കാം, ഒരു കുഴപ്പമില്ല, വീണ്ടും റീ എൻട്രി എടുക്കാം. അതാണ് സ്കാൽപ്പിംഗ് നമ്മൾ ചെയ്യുന്നത്. ഈ റീ എൻട്രി നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ആ ലെവലിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ ചെയ്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ താഴോട്ട് ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ വീണ്ടും റീ എൻട്രി എടുക്കാം. ഒരു 5-10 പോയിന്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 20-30 പോയിന്റ് സെൻസെക്സിൽ എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. ഇനി അത്
ആ ഒരു ട്രെൻഡ് മാറി കഴിയുമ്പോൾ പുതിയ ലെവൽസ് ഗ്രൂപ്പിലേക്ക് ഉണ്ടാവും. ആ ലെവൽസിലാണ് പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. പഴയ ലെവൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ ട്രെൻഡ് പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നമുക്ക് അടുത്ത റൂൾ പഠിക്കണം. എന്താണ് സ്റ്റോപ്പ് ലോസും എന്താണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ റൂൾ നമ്പർ 3 എന്താണ് റൂൾ നമ്പർ 3? ഇതിലാണ് നമ്മൾ ഒരു കെയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഒരു എൻട്രി കിട്ടി. അതേ സമയത്ത് നമ്മളൊരു എൻട്രി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി കിട്ടി. നമുക്ക് എന്താ പറയുക ഈ സാധനം 5-10 പോയിന്റ് കിട്ടിയില്ല. ഇനി അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തിരക്കിപ്പെട്ടു പോയി, സെക്കൻഡ്സ് കൊണ്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ട് നമുക്ക് പെട്ടെന്ന് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്കൊരു 10-20 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ സെൻസെക്സിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് എത്രയാണ്? ഒരു 30-40 പോയിന്റ്സ്. 30-40 പോയിന്റ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. പക്ഷെ നമ്മൾ ഇവിടം വരെ നമുക്ക് ഇത്ര സ്റ്റോപ്പ് ലോസിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് എൻട്രി കിട്ടിയിട്ട് 5 പോയിന്റ് പോലെ അല്ലെങ്കിൽ 5-10 പോയിന്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. അതേ നമുക്ക് 5 പോയിന്റ് 10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചിറങ്ങി കോസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ അത് എക്സിറ്റ് അടിച്ച് വിടാം. എന്നിട്ട് രണ്ടാമത് വീണ്ടും അതേ ലെവലിൽ തിരിച്ചു കയറുമ്പോൾ നമ്മൾ അടുത്ത എൻട്രി എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക 5-10 പോയിന്റിൽ നിങ്ങൾ എൻട്രി വിടാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് 5-10 പോയിന്റ് കിട്ടി നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾ ഇതിൽ കോൺഫിഡന്റ് ആയതിനു ശേഷം നിങ്ങളൊരു 1 ലോട്ട് എന്നുള്ള 2 ലോട്ടാക്കാം, 3 ലോട്ടാക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വേണ്ടത് 5 പോയിന്റ്. 5 പോയിന്റ് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു 350 രൂപ നമുക്ക് കിട്ടും. ഒരു 10 പോയിന്റ് ആണെങ്കിൽ 750 രൂപ. ഓൾമോസ്റ്റ് ഇപ്പൊ ഇത്രയും കാലം കൊണ്ട് നമുക്ക് 8-10 പോയിന്റ് എന്തായാലും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പൊ ആ ഒരു 8-10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ 750 നമുക്കൊരു 3 ലോട്ടോ 4 ലോട്ടോ എടുത്ത് നിങ്ങൾ എന്താ പറയുക ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുക. അല്ല ഒരിക്കലും നിങ്ങൾ അതിന് വലിയ മൂവ്മെന്റ് നമുക്ക് എടുത്തു വരുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വലിയൊരു മൂവ്മെന്റ് എടുത്ത് 30 പോയിന്റും 40 പോയിന്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ സ്കാൽപ്പിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ സ്കാൽപ്പിംഗ് പറയുമ്പോൾ 5-10 പോയിന്റ്സ് അല്ലെങ്കിൽ മാക്സിമം ചില സമയത്തൊക്കെ നമുക്ക് 20 പോയിന്റ്സ് കിട്ടും. അത് സഡൻ മൂവ്മെന്റിലാണ് നമുക്ക് കിട്ടുന്നത്. ആ സഡൻ മൂവ്മെന്റിൽ നമുക്ക് 20 പോയിന്റ് കിട്ടി അപ്പൊ തന്നെ അറിയാം. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്, നമ്മളൊരു എൻട്രി എടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് എവിടെയും പോകില്ല, മുകളിലോട്ടും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല, അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്ത് കളയണം. ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ നിങ്ങൾ എൻട്രി വെയിറ്റ് ചെയ്തിട്ട് പുതിയ എൻട്രി ആകുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, മോസ്റ്റ്ലി നമുക്ക് 5-10 പോയിന്റ്സ് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടാതെ വന്നിട്ടില്ല. എങ്ങാനും കിട്ടാതെ വന്നാൽ പോലും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുക. സ്റ്റോപ്പ് ലോസിലേക്കും പോകുന്നില്ല, ടാർഗറ്റിലേക്കും പോകുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ട്രേഡ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ റൂൾസ് ഇതിനകത്ത് പാലിക്കേണ്ടത്. ബാക്കിയെല്ലാം എന്താ പറയുക നമുക്ക് ഗ്രൂപ്പ് ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്, എൻജോയ് ദ ട്രേഡിംഗ്. എല്ലാവർക്കും എന്താ പറയുക ഒരു ശുഭ ട്രേഡിംഗ്. താങ്ക് യു ഓൾ.